ഈ പശു വളർത്തൽ ലാഭമില്ല എന്ന് പറയുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഇട്ടത്. കാരണം ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് കമൻറ്റുകൾ പശു വളർത്തലിൻ്റെ താഴെ വന്നിട്ട് ഒരു ലാഭമില്ല അങ്ങനെ എന്നുള്ള പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരക്കാർക്കുള്ളൊരു വീഡിയോ ആണ് ഇത്. നമ്മുടെ വല്യമ്മേൻ്റെ വീട്ടിൽ 2 പശുക്കളുണ്ട്. ഏകദേശം ഒരു 40 വർഷമായിട്ട് വല്യമ്മ ഒരു ക്ഷീര കർഷകയാണ്. അപ്പോൾ ഇത് 1 മാസമായിട്ടുള്ളത് പശുവിൻ്റെ ചാണകമാണ് കേട്ടോ. ഒന്ന് ഇവിടെ കാണിച്ചു കൊടുത്താൽ നല്ല ഫ്രഷ് ചാണകം. അപ്പോൾ ഇത് ഒരു കൊട്ടയ്ക്ക് 40 രൂപ തോതിൽ ഏകദേശം ഒരു 10-50 കൊട്ട ചാണകമുണ്ട്. 1 മാസത്തെയാണ്. അതിന് മുന്നേ ഏകദേശം ഒരു 100-150 കൊട്ടയോളം വിറ്റിട്ടുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് വണ്ടി കാത്ത് നിൽക്കുകയാണ് കൊണ്ടുപോകാൻ വേണ്ടി. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞൊരു ബോണസാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ വല്യമ്മയ്ക്കാണെങ്കിൽ പെല്ലറ്റിന് സബ്സിഡി, തൊഴുത്തിന് 50,000 സൊസൈറ്റിയിൽ നിന്ന് എന്ത് ചെയ്യുക ആനുകൂല്യങ്ങൾ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു 2 പശുക്കളെയും കൊണ്ടാണ് വല്യമ്മയൊക്കെ നല്ല അടിപൊളിയായിട്ട് കുടുംബം നോക്കി ജീവിക്കുന്നത്. കൂടുതൽ ബാലൻസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, അന്നുള്ള കാര്യങ്ങൾ കഴിഞ്ഞു പോകും. ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യുക നമ്മുടെ പശുക്കളെ കൂടും കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് വല്യമ്മ ഉണ്ടോ. ഓക്കെ ഉണ്ടോ, കാടിയെടുത്ത് വരുന്ന വരവാ. ഇതാണ് പശുവിൻ്റെ തൊഴുത്ത്. 2 പശുക്കളുള്ളത് ഉണ്ടോ. കുറച്ച് വൈക്കോല് പൈസ കൊടുത്ത് വാങ്ങും, പിന്നെ പച്ചപ്പുല്ല് കാര്യങ്ങൾ പറമ്പിൽ നിന്നൊക്കെ ഇതാക്കും. ഓക്കെ, അപ്പോൾ ഈ മേഖലയിലേക്ക് വരുന്ന ആളുകൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ സൊസൈറ്റി വഴിയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അടുത്തുള്ള സൊസൈറ്റിയിലൊന്ന് അന്വേഷിച്ചാൽ മതി. വലിയ ഇതൊന്നും ഉണ്ടാവില്ല, എന്നാൽ അവനവൻ്റെ കാര്യങ്ങൾ നടന്നു പോകും. നമുക്ക് കുടിക്കാനുള്ള പാല്, മോര്, തൈര്, അങ്ങനെ നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകും. ഓക്കെ.